ശരി 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 ഇനി ഗണേഷിനോടുള്ള ചോദ്യങ്ങൾ കേട്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. NCERT പാഠപുസ്തകത്തിൽ നാളെ പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കാൻ പോകുന്ന ഒരു അധ്യാപകൻ ഈ ബാബറി മസ്ജിദിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കാറ്റത്ത് വീണു എന്ന് പഠിപ്പിക്കണോ? ബാബറി മസ്ജിദ് ഇല്ല, പകരം രാമക്ഷേത്രമുണ്ട്. ഇതാണ് നിങ്ങളുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, പരകാല പ്രഭാകർ പറഞ്ഞത് ലോകം കണ്ട വലിയ പൊളിറ്റിക്കൽ സ്കാമാണ് ഇലക്ട്രൽ ബോണ്ട്. നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കും സാർ? രാമക്ഷേത്രം പൊളിക്കുന്നതിന് മുന്നേ അവിടെ ബാബറി മസ്ജിദ് ആയിരുന്നു. ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് മുന്നേ എന്തായിരുന്നു? പഠിക്കണ്ടേ? എല്ലാവർക്കും അറിയാം സാർ, എല്ലാവർക്കും അറിയാം. ഒരു തെളിവുമില്ല. ഇവിടുത്തെ തെളിവെന്തിനാ? നിങ്ങൾ പുസ്തകമായി പഠിക്കണം സാർ. ആ പുസ്തകം ഞങ്ങൾ എഴുതും. ഇന്ത്യയുടെ ചരിത്രം പഠിക്കണം സാർ. അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഇന്ത്യയുടെ ചരിത്രം നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു. അപ്പോൾ വേറൊരു പുസ്തകം വരും, പുതിയ ചരിത്രം വരും. ഞങ്ങളെ 400-ലധികം സീറ്റുകൾ നൽകി ഈ അധികാരത്തിലെത്തിയത്. ഇനിയും കയറും. ഇവിടെ ചേച്ചി കളിയാക്കിയല്ലോ. ഇവിടെ അരുണാചലില് ഞങ്ങൾക്ക് എതിരാളികൾ പോലുമില്ല ചേച്ചി. ഇവിടെ കണ്ടോണ്ട് നിങ്ങൾ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലേക്ക് ബസ് കയറുമ്പോൾ അരുണാചലിലേക്ക് ബസ് കയറി കൂടായിരുന്നോ? എന്താ കേറാജിത്? ഇന്ത്യയിൽ എവിടെയും പോയാൽ കിട്ടില്ല. ഇതാ വയനാട്ടില് നിങ്ങൾ കണ്ടോ? വയനാട്ടിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. ഒരുമിച്ചുള്ള കൂവല് കണ്ടില്ലേ? ഒരുമിച്ചുള്ള കൂവല് കണ്ടില്ലേ? താങ്കൾ ശക്തനാണ്. താങ്കൾ ശക്തനാണ് എന്ന് തെളിയിച്ചോണ്ടിരിക്കുക. രണ്ടുപേരുടെയും പ്രധാനമന്ത്രി ഒരാള് ആണ് സാർ. പിണറായി വിജയന്റെയും ഇതാ VD സതീശന്റെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഒരാളാ. രാഹുൽ ഗാന്ധിയാണ്. നാണമുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ തമ്മിൽ തല്ലാൻ. ഇനി ഇലക്ട്രൽ ബോണ്ട് അവരുടെ മൈക്കില്ല. ബോണ്ടിലെ ഞങ്ങൾ 30 നിയമാനുസൃതമായിരുന്നു കോടതി പിൻവലിക്കുന്നത് വരെ. അന്ന് ഇലക്ട്രൽ ബോണ്ടിന്റെ 30% ഞങ്ങൾ മേടിച്ചു. ബാക്കി 70% ആരാ മേടിച്ചത്? ഇതാ ആളുകൾ. ഇവരില്ല ഇവിടെ ഇല്ല. പറയാം. DMK കുറിച്ചിട്ട് പറയട്ടെ സാർ. DMK കുറിച്ച് പറഞ്ഞ സഹോദരനെ പോയി DMKയുടെ തെരഞ്ഞെടുപ്പ് സാന്റിയാഗോ മാർട്ടിൻ മാത്രമല്ല, DMKയുടെ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത ലിസ്റ്റ് പ്രകാരം, കണക്ക് പ്രകാരം എത്രയാ മേടിച്ചത്? സാറേ, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് പല തന്തമാരാണോന്നാ എനിക്ക് സംശയം. ഒരു സംശയം. നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിന് വരുന്ന ഒരു പ്രത്യേക മെക്കാനിസം ഉണ്ടല്ലോ. ആദ്യം കൊച്ചി ഹനീഫെ പോലെ കത്തിയുമായിട്ട് ഹഫ്ത ഭരിക്കാൻ വിടും. അവിടെ ചെല്ലുന്ന സമയത്ത് ED കാണിച്ച് പേടിപ്പിക്കും. പേടിപ്പിച്ചിട്ട് ED കൊണ്ട് ഫലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഇലക്ട്രൽ ബോണ്ടിൽ പണം ഇട്ടാൽ നിങ്ങൾ അവരെ കുറ്റവിമുക്തരാക്കും. ഞങ്ങൾ പറഞ്ഞെന്തുകൊണ്ടാ? ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്നു. ഇന്ത്യയിലെ പ്രധാന സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഭരിക്കുന്നു. ഇവർക്ക് എങ്ങനെ 70% കിട്ടുന്നത്? അത് മനസ്സിലാവുന്നില്ല. ഇവർക്ക് അവര് റീജിയണൽ ശക്തികളാണ് സാർ. അഭിജിത്തെ മറുപടി, അതിന്റെ കൂടെ മറുപടി. ഒരു മിനിറ്റ്